ഉച്ചയ്ക്ക് ചോറിനോട് കഴിക്കാൻ പറ്റിയ ഒരു കത്തിരിക്കയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. വലിയ സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. അതിനാദ്യം ആവശ്യത് കത്തിരിക്കയാണ്. ഒരു കത്തിരിക്ക എടുക്കുക, എന്നിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇത്രയും കട്ടിയായിട്ട് നിങ്ങൾ കട്ട് ചെയ്യേണ്ട, കുറച്ച് കട്ടി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി കട്ടിയായി പോയെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് വെള്ളത്തിൽ കഴുകിയ ശേഷം രണ്ട് സൈഡും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാലകൾ ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പും ഇട്ട് നല്ല മിക്സ് ചെയ്യണം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഒരു പാനിൽ ഞാൻ ബട്ടറിലാണ് ഈ കത്തിരിക്ക പൊരിച്ചെടുക്കുന്നത്. ഈ ബട്ടറിൽ പൊരിച്ചെടുക്കുന്ന കത്തിരിക്ക നല്ല ടേസ്റ്റുമാണ്, പ്രത്യേകിച്ച് നല്ല മണവുമാണ്. ആ ചൂട് ബട്ടറിൽ കത്തിരിക്ക ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ മറിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ കത്തിരിക്കയുടെ കാര്യം റെഡിയായി. എന്നിട്ട് നമുക്ക് തൈര് വേണം. ഇച്ചിരി കട്ട തൈര് തന്നെ വേണം. ഞാൻ കുറച്ചുകൂടെ കട്ടാവാൻ വേണ്ടിയാണ് ബീട്രൂട്ട് അടിച്ചത്. ഇനി നമ്മൾ ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഉണ്ടല്ലോ, അതിലിട്ട് നല്ല മിക്സ് ആക്കണം. ഏകദേശം ആ പൾപ്പൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ആക്കണം. നല്ല മിക്സ് ആക്കുമ്പോഴാണ് ഈ കത്തിരിക്കയുടെ മസാലകളൊക്കെ തൈരിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ചോറിനോട് കത്തിരിക്കയും പപ്പടവും അച്ചാറും വെച്ച് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ പപ്പടം ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്, ജോക്കുട്ടനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.